ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ കിച്ചണിൽ വളരെ ചെറിയ രീതിയിൽ, വലിയ കിച്ചൺ വിശേഷങ്ങളും കുക്കിങ്ങും ഒന്നും ഷെയർ ചെയ്യുന്നില്ല, വളരെ ചെറിയ രീതിയിൽ കിച്ചണിലെ വിശേഷം ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ചപ്പാത്തി ഓരോന്നോരോന്നായിട്ട് ചുട്ടിട്ട് കാസ്ട്രോളിൽ ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി റെഡിയാക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇന്ന് എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹോംലി മീൽസാണ്. ഇപ്പോൾ രാവിലത്തെയും ഉച്ചയ്ക്കത്തെയും അതുപോലെ തന്നെ ഡിന്നർ വിശേഷങ്ങളും എല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ. അപ്പോൾ നമുക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം ടേബിളിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ ഇന്ന് കഴിക്കാനായിട്ട് ചപ്പാത്തിയും അതുപോലെ തന്നെ ചിക്കൻ കറിയുമാണ്. പിന്നെ കുറച്ച് കപ്പ പുഴുങ്ങിയതുകൊണ്ട്. അപ്പോൾ കപ്പയും ചിക്കൻ കറിയും എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത് കപ്പയും മീൻകറിയുമായിരിക്കും. എന്നാൽ കപ്പയും മീൻകറിയും ഞാൻ കഴിക്കും, എങ്കിലും എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് കപ്പയും ചിക്കൻ കറിയുമാണ്. കപ്പ ചിക്കൻ കറി, കപ്പ ബീഫ് കറി, അങ്ങനെ ആ ഒരു ഐറ്റംസാണ് എനിക്ക് കപ്പയ്ക്ക് ചേർത്ത് കഴിക്കാനായിട്ട് ഇഷ്ടം. അപ്പോൾ ഞാൻ എന്താണേലും ആദ്യം 2 ചപ്പാത്തി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചപ്പാത്തി 2 ചപ്പാത്തി എടുത്തു. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചിക്കൻ കറിയും എന്നത്തെയും പോലെ തന്നെ 1 കപ്പ് ചൂട് ചായയും. അപ്പോൾ ഞാൻ 2 ചപ്പാത്തിയാണ് കഴിക്കുന്നത്. എന്നാന്ന് വെച്ചാൽ സൈഡിൽ കുറച്ച് കപ്പ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പയും ചേർത്തിട്ട് കുറച്ച് കപ്പയും ചിക്കൻ കറിയും ചേർത്തിട്ട് രാവിലെ അതും കൂടി വളരെ കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ കപ്പ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഡിന്നറിന് വേണ്ടി റെഡിയാക്കിയതാണ്. അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മൾ കഴിച്ചിരുന്നത് കപ്പയും ഫിഷ് കറിയുമായിരുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ വിളമീൻ എന്ന് പറയും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മീനുകളുടെ പേരുകളൊന്നും അത്ര ഫെമിലിയർ അല്ല, എങ്കിലും ഞാൻ വിളമീനാണെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കിപ്പോൾ അത് വിളമീനാണെന്ന് മനസ്സിലായി. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ കപ്പയും വിളമീൻ ഫിഷ് കറിയും കൂട്ടിയിട്ടാണ് കഴിച്ചത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് കപ്പയും ചിക്കൻ കറിയും കൂട്ടി കഴിച്ചു. അപ്പോൾ അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ ഫ്രൂട്ടായിട്ട് ഗ്രേപ്സ് എടുത്തിരുന്നു. നമുക്ക് കാണുമ്പോഴത്തേനും ഞാൻ വിചാരിച്ച കുറച്ച് പുളിപ്പൊക്കെ കൂടിയ ഗ്രേപ്സ് എന്നാണ്. എന്നാൽ ചെറിയ പുളിപ്പും അത്യാവശ്യം നല്ല മധുരമായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഗ്രേപ്സ് കഴിച്ചു. അതിനുശേഷം വലിയ കാര്യമായിട്ടുള്ള ലഞ്ചൊന്നും അല്ല, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് പ്രിപ്പറേഷനായിരുന്നു. അപ്പോൾ ആദ്യം ഒരു എഗ്ഗ് പൊരിച്ചും ഒരു എഗ്ഗ് ഓംലെറ്റ് പൊരിച്ചു സൈഡിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലത്തെ സെയിം ചിക്കൻ കറി, പിന്നെ വൻപയർ തോരൻ, പിന്നെ വത്തൽമുളക് ചമ്മന്തി, പപ്പടം, അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള, പിന്നെ തൈര്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാടൻ ഉച്ചയൂണാണ്. അപ്പോൾ ഞാൻ എല്ലാ കറികളും റെഡിയാക്കിയ കറികളെല്ലാം ടേബിളിലേക്ക് വെക്കുന്നുണ്ട്. കംപ്ലീറ്റ് കറികളും കാര്യങ്ങളും ഒന്നും ഞാൻ പ്ലേറ്റിലേക്ക് എടുക്കുന്നില്ല. എനിക്ക് കഴിക്കാൻ തോന്നുന്ന 1-2 കൂട്ടം കറികൾ മാത്രം ചേർത്തിട്ടാണ് ഞാൻ ലഞ്ച് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ മുട്ടയൊക്കെ ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് പൊരിച്ചതാണ്. ഞാൻ എന്തായാലും ചിക്കൻ കറി ഉള്ളത് കൊണ്ട് എനിക്ക് മുട്ട പൊരിച്ചതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തായാലും എനിക്ക് കഴിക്കാനുള്ള ലഞ്ച് എന്ന് പറയുന്നത് പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ചൂട് ചോറ്, എനിക്ക് ആവശ്യത്തിന് വളരെ കുറച്ച് ചോറ് മതിയായിരുന്നു. കാരണം രാവിലെ ചപ്പാത്തിയും അതുപോലെ തന്നെ നമ്മൾ കപ്പ പുഴുങ്ങിയതും ഒക്കെ കഴിച്ചതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യമായിട്ടുള്ളൊരു വിശപ്പൊന്നുമില്ല, വലിയ വിശപ്പൊന്നും ഇല്ലാതെയുള്ള ഒരു ലഞ്ച് കഴിക്കലാണ് ഇന്ന്. അപ്പോൾ ആവശ്യത്തിന് ചോറ് വിളമ്പി, പിന്നെ അതിലേക്ക് കുറച്ച് വൻപയർ തോരൻ എടുത്തു വെച്ചു. പിന്നീട് ഒരു പപ്പടം പൊരിച്ചത്, പിന്നെ അങ്ങനെ ഓരോന്നോരോന്ന് കുറച്ച് ചിക്കൻ കറി, പിന്നെ വളരെ കുറച്ച് കട്ട തൈര്, പിന്നെ കുറച്ച് വത്തൽമുളക് ചമ്മന്തി. അങ്ങനെ വലിയ വിശപ്പായിട്ടുള്ള ഒരു ലഞ്ച് കഴിക്കലല്ല, എങ്കിലും ടൈം കുറച്ചായി, ഒരു 2:30-3 കൂടി ആയതുകൊണ്ട് ലഞ്ച് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ലഞ്ച് കഴിക്കലുണ്ടല്ലോ, അതാണ്. എന്താണെങ്കിലും വളരെ ചിക്കൻ കറിയും അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ ഉള്ളപ്പോഴത്തേനും നമുക്ക് വൻപയർ തോരൻ എന്ന് പറയുന്നത് വളരെ ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ്. പിന്നെ ലഞ്ചിനുണ്ട്, അതുകൊണ്ടാണ് ഇക്കായ്ക്ക് ഇഷ്ടമാണ് ചിക്കൻ കറിയും അതുപോലെ തന്നെ തൈരും വൻപയർ തോരൻ, ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സിമ്പിളാണെങ്കിൽ പോലും ഇഷ്ടപ്പെട്ട ആ ഒരു കോമ്പിനേഷൻ നമ്മൾ റെഡിയാക്കിയതാണ്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു, വലിയ വിശപ്പൊന്നും ഇല്ലെങ്കിലും വളരെ കുറച്ച് ചോറും വളരെ കുറച്ച് കറികളും ഒക്കെ ചേർത്തിട്ട് കഴിച്ചപ്പോൾ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയും കുറച്ച് കട്ട തൈരും കുറച്ച് വൻപയർ തോരനും വത്തൽമുളക് ചമ്മന്തിയും
പപ്പടമൊക്കെ ചേർത്തിട്ട് ഒരു പിടി പിടിച്ചു. അതിനുശേഷം ഏകദേശം ഒരു ഈവനിങ് ആയപ്പോഴത്തേനും ചായയുടെ സമയമായപ്പോഴത്തേനും നമ്മളിതാ കുറച്ച് ബാറ്റർ ബജ്ജിയുടെ കടലമാവ്, മൈദ, കാശ്മീരി ചില്ലി പൗഡർ, കായ, ഉപ്പ് ഒക്കെ ചേർന്നിട്ടുള്ള ആ ഒരു ബാറ്റർ റെഡിയാക്കി. ഇന്ന് കുറച്ച് വഴുതനങ്ങ, ഒരു ബ്രിഞ്ചാൾ, ഒരു വലിയ ബ്രിഞ്ചാൾ എടുത്തിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതാണ് ഇന്ന് ഞാൻ ബജ്ജി പൊരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് പൊട്ടറ്റോയും കൂടെ കട്ട് ചെയ്തിരിപ്പുണ്ട്, അതും കൂടെ ഞാൻ ബജ്ജിയുടെ ബാറ്ററിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ ചായ കുടി പലഹാരം എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഞാൻ വലിയ കാര്യമായിട്ടുള്ള കുക്കിങ്ങും റെസിപ്പിയും ഒന്നും ഞാൻ ഷെയർ ചെയ്യുന്നില്ല, എങ്കിലും ചെറിയ രീതിയിൽ ഇപ്പോൾ കിച്ചണിലെ വിശേഷങ്ങൾ ചെറിയ രീതിയിലൊന്ന് ഷെയർ ചെയ്തു പോകുന്നു, ഒന്ന് പറഞ്ഞു പോകുന്നു, അത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ കൂടുതലും വാട്ടർ ഈറ്റിംഗ് ഡേയിൽ ഞാൻ കൂടുതലായിട്ട് നമ്മുടെ വിളമ്പലും കഴിക്കലും ഒക്കെ തന്നെയാണ് കാണിക്കുന്നത്. കുക്കിങ് കാണിക്കുന്നതിലും കൂടുതൽ നമ്മളിപ്പോൾ നമ്മുടെ കഴിക്കാനുള്ള ഡിഷസും അതുപോലെ തന്നെ പ്ലേറ്റിലേക്ക് വിളമ്പുന്നതും ഒന്ന് കഴിക്കുന്നതും ഒക്കെയാണ് ഇപ്പോൾ കൂടുതൽ ഞാൻ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്താണേലും ഇതാ നമ്മുടെ വഴുതനങ്ങ ബജ്ജി ഓരോന്നായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ പൊട്ടറ്റോ ബജ്ജിയും ഓരോന്നായിട്ട് വറുത്ത് കോരണം. പിന്നെ അതിനുശേഷം നമുക്ക് ചായ വെക്കണം. എല്ലാം കിച്ചണിലെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ടേബിളിലേക്ക് നമ്മുടെ വൈകുന്നേരത്തെ ചായ കടികളെല്ലാം നമ്മൾ ടേബിളിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്. നമ്മുടെ ബ്രിഞ്ചാൾ ഫ്രൈ എന്ന് പറയുന്നത് ഒരുപാട് കുറച്ച് എണ്ണ കുടിക്കുന്നതോ എണ്ണ ഫ്രൈ ചെയ്യുന്നത് ഒഴിച്ചാൽ കടലമാവ് എന്ന് പറയുന്നത് വളരെ ഹെൽത്തിയാണ്. പിന്നെ നന്നായിട്ട് നമ്മളിങ്ങനെ ബജ്ജിയൊക്കെ പൊരിക്കുമ്പോൾ ഒരുപാട് വെജിറ്റബിൾസ് നമ്മുടെ ഉള്ളിലേക്ക് പോകും. പൊട്ടറ്റോ ആയിട്ടാണെങ്കിലും അതുപോലെ തന്നെ ബ്രിഞ്ചാളായിട്ടാണെങ്കിലും അതുപോലെ തന്നെ പച്ചക്കായ, വാഴയ്ക്ക ആയിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് ബജ്ജി പൊരിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അങ്ങനെ നമ്മുടെ ഒരു കപ്പ് ചൂട് ചായയും കൂടെ റെഡിയാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ വൈകുന്നേരത്തെ സ്നാക്കും അതുപോലെ തന്നെ ടീ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു, നമ്മൾ ആസ്വദിച്ച് ടൊമാറ്റോ കെച്ചപ്പിലൊക്കെ മുക്കി വളരെ ആസ്വദിച്ച് നല്ല ചൂട് ചായയും നല്ല ചൂട് ബ്രിഞ്ചാൾ ബജ്ജിയും വഴുതനങ്ങ ബജ്ജിയും അതുപോലെ തന്നെ ചൂട് പൊട്ടറ്റോ ബജ്ജിയൊക്കെ നമ്മൾ കഴിച്ചു. അതിനുശേഷം രാത്രിയായി ഡിന്നർ ടൈമായി ഒരു 8:30 ഒക്കെ ആയപ്പോഴത്തേനും നമ്മളിതാ കൈറൊട്ടി ഒരു 2-3 കൈറൊട്ടിയും അതുപോലെ തന്നെ കുറച്ച് പൊട്ടറ്റോയും മുട്ടക്കറിയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കറിയും എല്ലാം കൂടെ ചേർന്നിട്ട് ഇതാണ് നമ്മുടെ ഇന്നത്തെ ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഈറ്റിംഗ് ഡേ എന്ന് പറയുന്നത്. എൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള ഹോംലി മീൽസ്, ഹോം മെയ്ഡ് ഡിഷസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ watching.